ഇന്ന് ബുക്ക് വായിച്ചോണ്ടിരുന്നപ്പോഴാണ് ഉമ്മ താഴെന്ന് വിളിച്ചിട്ട് പറയുന്നത് പൈസയുടെ റിസൾട്ട് വന്നു, അവനെല്ലാം പാസ്സായിന്ന്. പിന്നെ ഒന്നും നോക്കില്ല, വിജയശ്രീലാളിതനായി നിൽക്കുന്ന ഐസി അനുമോദിക്കാൻ വേണ്ടി നമ്മളാണ് പാപ്പിയും ഉമ്മയും കൂടെ നേരെ കാറെടുത്ത് ഞങ്ങൾ ബേക്കറി ലക്ഷ്യമിട്ടെന്ന് വെച്ചു. അങ്ങനെ ബേക്കറി ചെന്നപ്പോഴേക്കും നമുക്ക് കേക്കൊക്കെ കിട്ടി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, കേക്ക് റൈറ്റിംഗ് ചെയ്ത ആളില്ല അത്രേ, അയാൾ വീട്ടിൽ പോയെന്ന്. പിന്നെ ചേച്ചിക്ക് വേണമെങ്കിൽ ചേച്ചി എഴുതിക്കോന്നു. അതിൻ്റെ കൂടെ വാപ്പിൻ്റെ കുറേ സംശയങ്ങളും, കേക്കിൽ വെച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് ആണോ, അത് തിന്നാൻ പറ്റുമോ, എടുക്കാൻ പറ്റുമോ എന്നൊക്കെ എന്തെല്ലാം അറിയണം. പിന്നീട് നമ്മുടെ ഡിക്ഷണറിയിൽ നോ എന്ന് പറഞ്ഞൊരു വാക്കില്ലാത്തത് കൊണ്ട് ഞാൻ പൈപ്പിംഗ് ബാഗിൽ നിന്ന് നേരെ എന്തൊക്കെയോ അറിയാവുന്ന മട്ടിൽ ഞാൻ വലുതായിട്ട് എഴുതാൻ തുടങ്ങി. 2 അക്ഷരം എഴുതി കഴിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായി ഇതെന്നെ കൊണ്ട് നടക്കൂലെന്ന്. അപ്പോൾ ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ദുനിയാവിൽ നമ്മളെ കൊണ്ട് പറ്റാത്ത ചില കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ചിലടത്ത് നോ പറയേണ്ടിയിരിക്കുന്നു. പാവൻ ചക്കൻ, അവൻ കിടന്ന് ഞാൻ പാടുപെടുന്ന കണ്ട് അവൻ വാങ്ങി എഴുതി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായാലും മോശമായല്ലേ, ഇനി എൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടേ ഇതൊക്കെ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. കൊളമായി. ഇതും ഒരു സർപ്രൈസ് ആണല്ലോ, നമ്മൾ സ്വന്തമായി ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം. കൊളായിട്ട് ഇനി അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഞാൻ എൻ്റെ കൈപ്പടിയിൽ എഴുതി എൻ്റെ കേക്കും വാങ്ങി തീരെ വരുതിയെ പോലെ ഞാൻ നടന്ന് കയറി കാറിലേക്ക്. പിന്നെ നമ്മുടെ ലക്ഷ്യസ്ഥാനം ഫൈസിയുടെ വീടായതുകൊണ്ട് നമ്മൾ നേരെ വിട്ടു. അവിടെ ചെന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, അവരൊക്കെ ഉറങ്ങാൻ കിടന്നോടോ. അങ്ങനെ എൻ്റെ ഉമ്മ എൻ്റെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വിളിച്ച് നിൽക്കുക, കൊച്ചു കള്ളി. അങ്ങനെ സഹോദരിയൊക്കെ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ അവനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തു. ഹായ്, ആ മുഖത്തെ സന്തോഷം കണ്ട. പിന്നെ താണ്ടേ ദിവൻ എൻ്റെ സിസ്റ്ററിൻ്റെ ലിറ്റിൽ കിഡാണ്, ലിറ്റിൽ പാത്തു. പിന്നെ ഞാൻ നേരെ നമ്മുടെ നായകന് കേക്ക് കൊടുത്തു. സന്തോഷമായില്ലേ കിട്ടാം, ജയിച്ചിരിക്കുന്നു. അവനൊരു വാര്യർ തന്നെ. മമ്മി, ഞാനും ഒരു വാരനാണ്, എനിക്കെന്താ മമ്മി കൊണ്ടുവന്നേ? ഒന്നുമില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ എന്റെ കൈ വിട്ടിട്ട് പോയി കേക്കിന്റെ പുറകിലേക്ക് പോയി. എന്നെ ഇവിടെ ആർക്കും വേണ്ട, ആരും എനിക്കൊന്നും തരുന്നുമില്ല. എല്ലാരും അമ്മച്ചിയുടെ പറയില്ല, ഞാൻ സ്വന്തമായിട്ട് പണിയെടുക്കണം. പണിയെടുത്ത് നല്ല കാശുണ്ടാക്കിയാൽ മാത്രമേ ഇവരും എന്നെ വാരെന്ന് വിളിക്കുള്ളൂ. നല്ലോണം പണിയെടുക്കണം. എന്താ മമ്മി എന്നെ നോക്കുന്ന? ഞാൻ പണിയെടുക്കുന്ന കണ്ടില്ലേ? ഞാനും ഒരു വാര്യർ തന്നെ. പൊക്കോ മമ്മി, സമയം കളയാതും കൊടുത്താ ഞാൻ കേക്ക് കട്ട് ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ ഹീറോ ഡ്രസ്സൊക്കെ മാറി മൊഞ്ചനെയും വന്നു. ആദ്യം ഞാൻ വെട്ടും കേക്ക്, ഞാനാണ് ഇവിടുത്തെ ഫസ്റ്റ് വാരിയർ. ഹായ് കളാലും എല്ലാവരും എന്നെ അംഗീകരിച്ചിരിക്കും. എന്തൊരു കയ്യടി, എല്ലാവർക്കും എന്നെ മതി. അങ്ങനെ പിന്നെ മാമായും മോനും കൂടി കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും വായിച്ചു കൊടുത്തു. ഹായ്, എനിക്കന്നു നല്ല ടേസ്റ്റ് ഉണ്ട്. ആയി കൊള്ളത്തില്ലേ, ഇനി ഞാൻ സ്വന്തമായിട്ട് പറ്റി തിന്നട്ടെ. എല്ലാവരും ഇവിടെ വാ തുറക്ക്, ഞാൻ വായി വെച്ച് തരാം കേക്ക്. എന്റെ കണ്ട് മുഴുവനും ആ കേക്കിലായിരുന്നു. ഞാൻ കൊണ്ടുപോയ കേക്ക് ഞാൻ തന്നെ തിന്നു തീർത്തു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാല്, നമ്മുടെ ചുറ്റുമുള്ള സന്തോഷം നമ്മുടെ സന്തോഷം കൂടാ. എല്ലാ സന്തോഷവും നമ്മൾ ആഘോഷിക്കണം. അപ്പൊ എത്ര ഉള്ളൂ. ഓക്കെ, ബൈ.